ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 2 കേക്ക് ഡെക്കറേഷനും നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോൾ കേക്കിൻ്റെ വീഡിയോ ക്ലിയർ ആയിട്ട് ചെയ്യാമെന്ന്. അതുപോലെ തന്നെ ഒരു ഹേർട്ട് ഷേപ്പിലുള്ള ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷനും കൂടിയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് വന്നിട്ട് 1 kg ഒരു ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ തന്നെ 1 kg ഒരു ഫെറാറ റോഷറിൻ്റെ കേക്കുമാണ് കേട്ടോ. അപ്പോൾ രണ്ടിനും നമ്മൾ ബ്ലാക്ക് സ്പഞ്ചാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 1.5 kg ബാറ്ററി എടുത്തിട്ട് ആദ്യം 1 kgയുടെ ഈ ഒരു ഹേർട്ട് ഷേപ്പിൻ്റെ മോൾഡിലും അതുപോലെ തന്നെ ഒരു 1/2 kgയുടെ 5 ഇഞ്ചിൻ്റെ മോൾഡിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബാറ്ററി ഉണ്ടാക്കി. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു 1/2 kg ഉണ്ടാക്കിയിട്ട് ആ 5 ഇഞ്ചിൻ്റെ പാന് ചൂടാറിയതിന് ശേഷം പെട്ടെന്ന് തന്നെ അതിൽ കുഴിച്ചിട്ട് രണ്ടാമതും ബേക്ക് ചെയ്തെടുത്തു. അങ്ങനെ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണെങ്കിലും നമ്മൾ ചെറുതായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. ആനിവേഴ്സറിക്കുള്ള കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞിട്ട് ഇതിൻ്റെ താഴെ ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ലീഫ് നോസിൽ വെച്ചിട്ട് ഒരു ചെറിയ ബോർഡർ കൊടുക്കുകയാണ്. കളറൊന്നും ചേർക്കാതെ വൈറ്റ് കളറിലാണ് ഇത് ഫുള്ളായിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഫുള്ളായിട്ട് തന്നെ നമ്മളിത് ബോർഡർ കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ നൂർ N1 നോസിൽ ഉണ്ടല്ലോ, നമ്മൾ റോസറ്റ വരക്കുന്ന നോസിൽ വെച്ചിട്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സാണ് കൊടുക്കുന്നത്. അത് 1 സൈഡ് മാത്രമായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതാ ഇതുപോലെ 1 സൈഡായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് തന്നെ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റിയിട്ട് കുറച്ച് ഫോണ്ടൻ്റ് വർക്ക് ഇതിലേക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഒന്നും കാണിക്കാനില്ല, നമ്മൾ ഫോണ്ടൻ്റ് കട്ടർ വെച്ചിട്ട് കുറച്ച് ഷേപ്പുകൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ കേക്ക് ഡെലിവറി ചെയ്യുന്ന ടൈമിൽ കേക്കിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ടോൾ കേക്കാണ്, ഫെറാറ റോഷറാണ്. ഇത് ഫെറാറ റോഷർ ആണെങ്കിൽ കൂടി ഇത് കസ്റ്റമൈസ്ഡാണ് കേട്ടോ. അപ്പോൾ അവർ നമുക്ക് ഒരു തീം തന്നിട്ടുണ്ട്, അതുപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ആദ്യം ഇത് 6 ലെയർ ആയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നി എന്താ പറയുക 2 ലെയർ, ഒരു കേക്ക് 2 ലെയർ ആയിട്ട് വെച്ചാൽ മതിയായിരുന്നു. പക്ഷെ അപ്പം ഭയങ്കര കട്ടിയായിരിക്കും. ഇതാവുമ്പോൾ നമുക്ക് എന്താ പറയുക 3 ലെയർ ആകുന്ന ടൈമിൽ ഐസിങ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നോക്കാം കേട്ടോ. അപ്പോൾ മുകളിൽ ആ പൊങ്ങി വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കുന്നുണ്ട്. ബാക്കി 6 ലെയർ നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ ഉള്ളിൽ ഫില്ലിങ് കൊടുക്കാനായിട്ട് ന്യൂട്ടെല്ല. ആദ്യം നമ്മൾ ഷുഗർ സിറപ്പായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പാല് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ന്യൂട്ടെല്ല ഒഴിച്ചിട്ട് കൂടെ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. എന്നാലേ നല്ലൊരു മധുരം കിട്ടുള്ളൂ. അതുപോലെ ഈ കേക്കിലേക്കുള്ള നട്ട്സ് ഹാസൽനട്ടാണ്. അപ്പോൾ അതൊന്ന് ഞാൻ ഡ്രൈ റോസ്റ്റ് പോലെ ഒന്ന് വറുത്തെടുക്കാറുണ്ട് കേട്ടോ, എന്നാലേ ഒരു ക്രിസ്പ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് വറുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ ഉള്ളിലാണ് ഫില്ലിംഗ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് നല്ല സെറ്റാക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. മറ്റേ നമ്മൾ പുറമേക്ക് ഡെക്കറേഷൻ ചെയ്യാനാണല്ലോ നമ്മളെ ഫെറാറ റോഷർ ചോക്ലേറ്റ് യൂസ് ചെയ്യാം. അപ്പോൾ കേക്ക് ബോർഡിൽ നമ്മൾ ഫസ്റ്റ് കേക്ക് വെച്ച് എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈ ഒരു ക്രീമിലും നിങ്ങൾക്ക് ഫുള്ളായിട്ട് തന്നെ ഇത് ചെയ്ത് കൊടുക്കാം കേട്ടോ. ന്യൂട്ടെല്ല ചെയ്തിട്ട് ഒരു ന്യൂട്ടെല്ല ക്രീം ആക്കി എടുക്കാം. അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് എൻ്റെ ഇതിൻ്റെ റെസിപ്പി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനിപ്പം പുറമേക്ക് തീം വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വൈറ്റ് ക്രീമിലാക്കിയിട്ടാണ് ഇതുപോലെ ചെയ്തെടുക്കുന്നത്. ന്യൂട്ടെല്ല ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നട്ട്സും നമ്മൾ ചോക്ലേറ്റ് കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നത്. സെക്കൻഡ് ലെയറും വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ വെറ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഓരോ ലെയറും ഫില്ല് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ സൈഡ് ക്ലീൻ ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഫുള്ളായിട്ട് ഇപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഇതാക്കിയതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്ക്യൂർ ഒന്ന് ഇറക്കി കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും, കേക്ക് ഇങ്ങനെ ഒന്ന് ആടിക്കൊണ്ടിരിക്കുന്നുണ്ട്, കാരണം അത്രയും ഹൈറ്റിലാണ് ഇത് പോയിട്ടുള്ളത്. പിന്നെ ഞാൻ കേക്ക് ബോർഡിൽ ഇങ്ങനെ സ്പേസ് ആദ്യം വിട്ടത് അവിടെയാണ് ഞാൻ പേര് എഴുതാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേക്കിൻ്റെ മുകളിലായിട്ട് തന്നെ പേര് എഴുതാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കേക്കിന് രണ്ടാമത് ഫൈനൽ കോട്ട് ചെയ്യുന്ന ടൈമിൽ കേക്കിനെ ഇറക്കി റൗണ്ടിലോട്ട് ഒത്ത നടുവിലായിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ആവാനായിട്ട് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ സ്ക്യൂർ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ആണെങ്കിൽ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രം ഫൈനൽ കോട്ട് ചെയ്യാനായിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ഈ ഒരു ഹേർട്ട് ഷേപ്പ് എല്ലാം വെച്ച് കൊടുത്തിട്ട് ഇതുപോലെയാണ് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ ഡെലിവറി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വന്നിട്ട് നമ്മൾ ആനിവേഴ്സറിയുടെ ആ സ്റ്റിക്കും പേരും എഴുതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതവിടെ ഡെലിവറി കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ച് 10 മിനിറ്റ് വെച്ചിട്ടുള്ള ഈ ഒരു കേക്കിനെ പുറത്തെടുത്തതിന് ശേഷം ഫൈനൽ കോട്ടായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ക്രീം എന്ന് പറയുന്നത്, ക്രീമിൽ കൊടുത്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് ബട്ടർ സ്കോച്ച് എസൻസ് ആണ് കേട്ടോ. അപ്പോൾ കളറല്ല കൊടുത്തിട്ടുള്ളത്. ഈ ഒരു എസൻസ് ഞാൻ ഒരു 2-3 ഡ്രോപ്സ് ഇട്ടിച്ചപ്പം ഈ ഒരു കളറാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് ഇറ്റിക്കാൻ നിൽക്കരുത്, അപ്പം അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ആവും വരിക. കുറച്ച് ഇട്ടിച്ച് നമുക്ക് ആ കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ്, അല്ലാതെ ടേസ്റ്റിനല്ല. നമ്മളത് കേക്ക് സ്പഞ്ചിലേക്ക് കൊടുക്കുന്നതാണ്.
എങ്കിൽ കൂടി ഞാനെങ്കിൽ ഒരു ക്രീം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബട്ടർ സ്കോച്ചിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടി ഈ ഒരു ക്രീമിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചോ ഫ്രീസറിൽ വെച്ചോ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്ക് ഈസി ആയിട്ട് ഇത് ഒന്ന് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ കുറച്ചധികം ടൈം എടുത്തിട്ട് പാലറ്റ് നൈഫൊക്കെ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ടുള്ളത്. എത്ര എക്സ്പേർട്ട് ആയവർക്കും അത് നന്നായിട്ട് തന്നെ എന്താ പറയുക ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സമയമൊക്കെ എടുക്കും. ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയിട്ട് നിങ്ങൾ കാണുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് കുറച്ച് ലൈറ്റ് ഷെയ്ഡുകളാണ് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്ലൂ ആൻഡ് ഗ്രീൻ, അത് ഒരു ഡ്രോപ്സ് പോലും എടുക്കണില്ല. അതാണ് ഞാൻ ഇത്ര ഇതായിട്ട് ഡീറ്റെയിലായിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്. ആ ഒരു പാലറ്റ് നൈഫിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചും കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നത്. നമ്മൾക്ക് ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വേണ്ടത്. അതുപോലെ ഞാൻ ബർഗണ്ടി എടുത്തിട്ടുണ്ട്. പിന്നെ വന്നിട്ട് യെല്ലോ ആൻഡ് പിങ്ക് ആണ് തോന്നുന്നു. അപ്പോൾ ഇതുപോലെ ഉണ്ട്. നമുക്ക് ഒരു ഡ്രോപ്സ് ക്രീമിൽ ഇട്ടിച്ച് പോയാൽ അധികമാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്ലേറ്റിൽ ഇട്ടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് മിക്സ് ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യുന്നത് ഞാൻ പിറ്റേ ദിവസം കാലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് നന്നായിട്ട് സെറ്റായതിനു ശേഷമാണ് ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഫ്ലവർ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ സെറ്റാവുന്ന ടൈമിൽ പിന്നെ നമ്മളെ കേക്കിലേക്ക് യാതൊരു ഡാമേജും ഉണ്ടാവില്ല. അപ്പോഴേക്കപ്പം നമ്മൾ ചെയ്താൽ ചിലപ്പം ആ ക്രീം ഇങ്ങനെ കുഴിഞ്ഞ പോലെ ഇങ്ങോട്ട് തന്നെ വരും, തിരിച്ച് വരും. നമ്മൾ ആ ആദ്യത്തെ ക്രീമും താഴത്തെ ക്രീമും കേക്കിലത്തെ ക്രീമും ഇതും കൂടി ടച്ചായിട്ട് വന്നാവും. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ധൈര്യമായിട്ട് ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ ഇതിനായിട്ട് ഈ ഒരു പാലറ്റ് നൈഫ് വേണമെന്നൊന്നുമില്ല. ഞാൻ ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് സ്പൂണിൻ്റെ ഈ ഒരു സൈഡ് വെച്ചിട്ട് ഇതുപോലെ, അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു ഷേപ്പുള്ള സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് കേക്കിൻ്റെ മുകളിലും സൈഡിലും ഒക്കെ വരച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷുഗർ പേൾസും വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഞാൻ കാണിക്കാം. ഇതാണ്. പിന്നെ ഇതുപോലെ തന്നെ പിറ്റത്തെ ദിവസം സെയിം ഞാനൊരു കേക്ക് കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ എന്താ പറയുക, ഈ ഒരു പാലറ്റ് നൈഫ് അല്ല കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗസ് ചെയ്യണം ഞാൻ അത് ഏത് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ പിന്നെ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. എന്താ പറയുക, ഇങ്ങനെ ഒരു വീഡിയോ ഇനി നെക്സ്റ്റ് നിങ്ങൾക്ക് അടുത്ത കേക്ക് ഓർഡർ ഇട്ട് വരികയാണെങ്കിൽ ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇത് ഞാൻ ഒരു ഫോണ്ടൻ്റ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ രണ്ടിലും ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആദ്യത്തെ ഒരു കേക്ക് ചെയ്ത് ഭംഗി കണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ സെക്കൻഡ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയത്. പിന്നെ വന്നിട്ട് നമ്മളുടെ ഇന്നത്തെ നോമ്പുതുറ വിശേഷം എന്ന് പറഞ്ഞാൽ ഇന്ന് എനിക്ക് തോന്നുന്നു കുട്ടികളുടെ ഒരു 10ൻ്റെ ടൈമിൽ നമ്മുടെ വീട്ടിൽ 2 ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇക്കാടെ സിസ്റ്ററിൻ്റെ മക്കളായിരുന്നു. അപ്പം അവരും കൂടി ഉണ്ടായപ്പോൾ കുറച്ച് അധികം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ലസാണിയും അതുപോലെ തന്നെ നമ്മളെ വെള്ളക്കടല, അതുപോലെ തന്നെ കസ്റ്റേർഡ് പിന്നെ കഴിക്കുന്നവർക്ക് മാത്രമേ സെർവ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇവിടെ കഴിക്കാത്തവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ജ്യൂസും അതുപോലെ തന്നെ വെള്ളമുണ്ട്, ഫ്രൂട്ട്സും ഉണ്ട്. അപ്പോൾ ഈ ഒരു നോമ്പിനൊന്നും മോന് വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. മോന് നോമ്പ് 10 കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രൂട്ട്സ് വെക്കാൻ ആദ്യം മറന്നു. അപ്പോൾ പിന്നെയാണ് ഞാൻ അത് കൊണ്ടുവന്ന് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളുടെ ഇൻസ്റ്റാഗ്രാം ID ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും കേക്ക് ഓർഡർ ആക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.